സർക്കാരിൻ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും കുടിശ്ശിക വസൂലാക്കുന്നതിനായി 1968 രൂപീകരിച്ച റവന്യൂ റിക്കവറി നിയമത്തെ കാലോചിതമായി പരിഷ്കരിച്ച് ജനോപകാരപ്രദമാക്കി മാറ്റുക എന്നതാണ് ഈ നിയമ ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നത്. എന്താണ് പുതിയ നിയമ ഭേദഗതികൾ? റവന്യൂ റിക്കവറി തുകയുടെ പലിശ നിരക്ക് 12% നിന്നും 9% കുറയ്ക്കുകയും വായ്പാ പലിശ നിരക്ക് 9% കുറവാണെങ്കിൽ ആ പലിശ മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്ന നിബന്ധനയും പുതിയ ഭേദഗതിയിലൂടെ അവതരിപ്പിക്കുന്നു. റവന്യൂ റിക്കവറി നിയമത്തിൽ നിലവിൽ കുടിശ്ശിക തുകയ്ക്ക് ആനുപാതികമായ വസ്തു മാത്രമേ ജപ്തി ചെയ്യാവൂ എന്ന നിബന്ധന രേഖപ്പെടുത്തിയിട്ടില്ല. ആയതിനാൽ ചെറിയ തുകയ്ക്കുള്ള കുടിശ്ശികയ്ക്ക് പോലും വലിയ വിസ്തൃതിയിലുള്ള ഭൂമി ജപ്തി ചെയ്യുന്നു. ഇത് ഒഴിവാക്കുന്നതിനായി ജപ്തി ചെയ്യുന്ന വസ്തു കുടിശ്ശിക തുകയ്ക്ക് ആനുപാതികമായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നതാണ് മറ്റൊരു ചരിത്രപരമായ ഭേദഗതി. നിലവിലെ സാഹചര്യത്തിൽ റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിച്ച ശേഷം സ്ഥാവര വസ്തുക്കളുടെ കൈമാറ്റം സാധ്യമല്ല. എന്നാൽ പുതിയ നിയമ ഭേദഗതിയിലൂടെ കുടിശ്ശികക്കാരന് ജില്ലാ കളക്ടറുടെ അനുമതിയോടുകൂടി കുടിശ്ശിക തുക ഒടുക്കുവരുത്തി വസ്തു കൈമാറ്റം ചെയ്യുന്നതിന് വ്യവസ്ഥ ചെയ്തു. ഏറെ ജനക്ഷേമകരമായ മാറ്റങ്ങൾക്ക് ഈ ഭേദഗതി വഴി തുറക്കും. ഈ നിയമ ഭേദഗതിയിൽ ഏറ്റവും പ്രധാനമായത് 50A എന്ന സെക്ഷന്റെ പുതിയ കൂട്ടിച്ചേർക്കലാണ്. എന്താണ് 50A? ജപ്തി ചെയ്യപ്പെട്ട വസ്തു സർക്കാരിലേക്ക് മുതൽക്കൂട്ടി ഉത്തരവായ തീയതി മുതൽ 5 വർഷത്തിനുള്ളിൽ കുടിശ്ശികക്കാരന് ജില്ലാ കളക്ടറുടെ അനുമതിയോടുകൂടി തുക ഒടുക്കി വസ്തു മടക്കി ലഭിക്കുന്നതിനുള്ള സൗകര്യമാണ് ഈ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നത്. ഇത് പ്രകാരം ഏറ്റെടുക്കുന്ന വസ്തു 5 വർഷത്തേക്ക് പൊതു ആവശ്യത്തിന് ഉപയോഗിക്കാനോ ഭൂമിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാറ്റം വരുത്താനോ പാടില്ല എന്നും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. ജപ്തി ചെയ്യുന്നതിനുള്ള നോട്ടീസുകൾ കക്ഷിക്ക് ലഭ്യമായ ശേഷം കക്ഷിയുടെ അപേക്ഷ പ്രകാരം 1 വർഷം വരെയുള്ള കാലയളവിലേക്ക് ജപ്തി നടപടികൾ നിർത്തിവയ്ക്കുന്നതിന് ഈ നിയമ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. കൂടാതെ കുടിശ്ശിക തുക തവണകളായി ഒടുക്കുവാനുള്ള സൗകര്യവും ഈ നിയമ ഭേദഗതി ഉറപ്പു നൽകുന്നു. ഈ നിയമ ഭേദഗതിയിലെ മറ്റൊരു പ്രത്യേകത സർക്കാരിന് നിശ്ചിത കാലത്തേക്ക് റവന്യൂ റിക്കവറി നടപടികൾക്ക് നിബന്ധനകളോടെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ടായിരിക്കും എന്നതാണ്. ഏറെക്കാലമായി കേരളം കാത്തിരുന്ന ഈ ഭേദഗതിയിൽ സ്ത്രീ സമത്വത്തിന്റെ പ്രഖ്യാപനം ഉൾപ്പെടുന്നു എന്നതും ശ്ലാഘനീയമാണ്. നോട്ടീസുകളും ഉത്തരവുകളും കുടുംബത്തിലെ പ്രായപൂർത്തിയായ പുരുഷന് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള നിബന്ധനയിൽ നിന്നും പുരുഷൻ എന്ന പദം ഒഴിവാക്കുകയാണ് ഈ ഭേദഗതിയിലൂടെ. നോട്ടീസ് നടത്തിപ്പിലും മറ്റും നവീന മാധ്യമ സാധ്യതകളുടെ ഉപയോഗവും ഈ ഭേദഗതിയിൽ ദൃശ്യമാണ്. നോട്ടീസുകൾ ഇനി മുതൽ ഇമെയിൽ വഴിയും നൽകാം എന്നും ഇവിടെ വ്യവസ്ഥ ചെയ്യുന്നു.